HDFC ബാങ്കിൻ്റെ CDMലൂടെ ATM കാർഡ് ഉപയോഗിക്കാതെ നമുക്ക് HDFC ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് കാർഡ്ലെസ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. HDFC ATM CDM ഇവയെ സംബന്ധിച്ച വീഡിയോകളുടെ പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരും. അതേപോലെ ഇവിടെ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അതുപോലെ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുക്കാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഈ ഒരു ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയറും ചെയ്യാം. എങ്കിലൊക്കെ നമുക്ക് നേരെ HDFCയുടെ CDM കൗണ്ടറിലേക്ക് പോകാം. HDFCയുടെ ഈ CDM സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ദാ ഇവിടെ കാർഡ്ലെസ് ക്യാഷ് ഡെപ്പോസിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് അടുത്ത സ്ക്രീനിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. HDFC ബാങ്കിൻ്റെ ATM കാർഡ് ഉപയോഗിക്കാതെ കാർഡ്ലെസ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് HDFC ബാങ്കിലെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും അതേപോലെ നിങ്ങൾ അവിടെ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് അവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇത് രണ്ടും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താലേ നമുക്ക് ATM കാർഡ് ഉപയോഗിക്കാതെ HDFCയുടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മൊബൈൽ നമ്പർ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് കാണാതെ അറിയാൻ സാധ്യത കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ബാങ്കിൽ നിന്ന് നൽകിയിരിക്കുന്ന പാസ്ബുക്കിൽ നിങ്ങളുടെ ആ അക്കൗണ്ട് നമ്പർ ഉണ്ട്. അത് നോക്കി ആ 14 അക്ക അക്കൗണ്ട് നമ്പർ മനസ്സിലാക്കിയിട്ട് വരിക, അല്ലെങ്കിൽ അതൊരു കടലാസിൽ കുറിച്ചിട്ട് വരിക. ഈ സ്ക്രീൻ ടച്ച് സ്ക്രീൻ ആണ്. അപ്പോൾ സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകൾക്ക് മുകളിൽ നമ്മൾ ടച്ച് ചെയ്ത് അവയെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ ഓപ്ഷനുകൾക്ക് നേരെ സൈഡിലായിട്ട് കാണുന്ന ബട്ടണുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഓപ്ഷനുകളെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ടച്ച് ചെയ്താണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആ കാർഡ്ലെസ് ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന ഓപ്ഷനിൽ ഞാൻ ടച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഭാഷ സെലക്ട് ചെയ്യാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു. ഇതിൽ ഇംഗ്ലീഷും ഹിന്ദിയും ഭാഷകൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇംഗ്ലീഷ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിനായിട്ട് ആ ഇംഗ്ലീഷിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിലുള്ള ആ രണ്ട് ഓപ്ഷനുകളിൽ മുകളിലുള്ള കാർഡ്ലെസ് ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന ഓപ്ഷൻ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായി ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ അടുത്തതായിട്ട് സ്ക്രീനിൽ നമ്മൾ HDFCയുടെ ഏത് അക്കൗണ്ട് നമ്പറിലേക്കാണോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത് ആ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ HDFCയുടെ അക്കൗണ്ടിലേക്ക് മാത്രമല്ല, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ HDFCയുടെ അക്കൗണ്ടിലേക്കും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ വ്യക്തിയുടെ അക്കൗണ്ട് നമ്പർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതേപോലെ ആ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ HDFCയിലെ എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ അക്കൗണ്ട് നമ്പർ തന്നെയാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ക്രീനിന്റെ നേരെ താഴെ ദാ ഇവിടെയാണ് ഇതിന്റെ കീപാഡ് ഉള്ളത്. അപ്പോൾ ഇതിൽ എൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ കറക്റ്റ് ഇൻകറക്റ്റ് തുടങ്ങിയ രണ്ട് ഓപ്ഷനുകൾ ഉണ്ടല്ലോ, അതിൽ കറക്റ്റിൽ ഞാൻ പ്രസ് ചെയ്യണം. ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തെറ്റിച്ചാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇൻകറക്റ്റ് എന്ന ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ എൻ്റെ മറ്റുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ഇവിടെ ആവർത്തിക്കുന്നില്ല. ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന വീഡിയോയിലും ക്യാഷ് വിഡ്രോവൽ ചെയ്യുന്ന വീഡിയോയിലും ഒക്കെ ഞാൻ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആ കറക്റ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ അതിൽ പ്രസ് ചെയ്തതും ഇപ്പൊ സ്ക്രീനിൽ വീണ്ടും ഞാൻ ഇപ്പൊ ടൈപ്പ് ചെയ്ത് കൊടുത്ത അതേ അക്കൗണ്ട് നമ്പർ തന്നെ ടൈപ്പ് ചെയ്യാനാണ് കാണിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ടൈപ്പ് ചെയ്തത് കറക്റ്റ് ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഞാൻ കീപാഡിൽ വീണ്ടും എൻ്റെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ വീണ്ടും ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഞാൻ ആ കറക്റ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിൽ പ്ലീസ് കൺഫേം ദ കസ്റ്റമർ നെയിം എന്ന് കാണിച്ചിരിക്കുന്നു. താഴെ മാർട്ടിൻ പി എന്ന എൻ്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന എൻ്റെ പേര് ഇവിടെ കാണിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന അക്കൗണ്ട് നമ്പറുമായി ബന്ധപ്പെട്ട ആ കസ്റ്റമർ നെയിം കറക്റ്റ് ആണോ എന്ന് ഇവിടെ ഒന്ന് നിങ്ങൾ സ്ഥിരീകരിക്കുക. കാരണം നിങ്ങൾ വേറൊരാളുടെ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ നെയിം ഇവിടെ കാണിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അല്ല, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണെങ്കിൽ നിങ്ങളുടെ പേര് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. കാരണം അക്കൗണ്ട് നമ്പർ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പേരായിരിക്കില്ല ഇവിടെ കാണിക്കുക. അങ്ങനെ പേര് തെറ്റായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിലെ ആ രണ്ട് ഓപ്ഷനുകളിൽ താഴെയുള്ള ക്യാൻസൽ എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്യുക. ഇനി കറക്റ്റ് ആണെങ്കിലോ ആ ക്യാൻസലിന്റെ മുകളിലുള്ള കൺഫേം എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പൊ ഞാൻ ആ കൺഫേമിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ അടുത്തതായിട്ട് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ആ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു. അപ്പൊ എൻ്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് എൻ്റെ മൊബൈൽ നമ്പർ തന്നെയാണ്. അപ്പൊ ഞാൻ അതിവിടെ കീപാഡിൽ ടൈപ്പ് ചെയ്യുന്നു.
ചെയ്യുന്നു. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ താഴെയുള്ള ആ കറക്റ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് കൺഫേം എന്നൊരു ബട്ടൺ കാണുന്നില്ലേ, അത് സെലക്ട് ചെയ്യുക. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിൽ 4 ഓപ്ഷനുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഡെപ്പോസിറ്റ് ഇൻ ടു നോൺ പേഴ്സൺസ് അക്കൗണ്ട്, അതായത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അല്ലാതെ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കാണോ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നാണ് ആ ഓപ്ഷനിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കാണെങ്കിൽ നിങ്ങൾ അതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇനി അതിന്റെ താഴെ ഡെപ്പോസിറ്റ് ഇൻ ടു ഫാമിലി ഓർ ഫ്രണ്ട്സ് അക്കൗണ്ട്, അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയോ ഫാമിലിയിലോ പെട്ടവരുടെ അക്കൗണ്ട് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുക. അതിന്റെ താഴെ ഡെപ്പോസിറ്റ് ഇൻ ടു ഓൺ അക്കൗണ്ട്, അതായത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ ആണെങ്കിൽ അതിൽ പ്രസ് ചെയ്യുക. ഇനി ഇവയിലൊന്നും പെടാത്തതാണെങ്കിൽ ഏറ്റവും താഴെയുള്ള അതേഴ്സിലും പ്രസ് ചെയ്യുക. അപ്പൊ എന്റെ അക്കൗണ്ടിലേക്ക് തന്നെ ആയതുകൊണ്ട് ഞാൻ ആ ഡെപ്പോസിറ്റ് ഇൻ ടു ഓൺ അക്കൗണ്ട് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. അപ്പൊ ഈ സ്ക്രീൻ വരുമ്പോൾ തന്നെ സ്ക്രീനിന്റെ നേരെ താഴെയായി കാണുന്ന ഈ ക്യാഷ് മൗത്ത് ഇതുപോലെ ഓപ്പൺ ആകുന്നതാണ്. അപ്പൊ ഇതിലേക്കാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ക്യാഷ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഒരു തവണ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്ന കറൻസികളുടെ എണ്ണം 200 ആണ്. അതായത് 100ന്റെയോ 200ന്റെയോ 500ന്റെയോ അല്ലെങ്കിൽ ഇവ 3 മിക്സ് ആയിട്ടാണെങ്കിലും 200 നോട്ടുകളാണ് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാനാവുക. അപ്പൊ 500ന്റെ നോട്ടാണെങ്കിൽ നിങ്ങൾക്ക് 200 എണ്ണം വെച്ച് കൊടുക്കുമ്പോൾ 1 ലക്ഷം രൂപ വരെ ഒരു ട്രാൻസാക്ഷനിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ മറ്റേ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു 5000 രൂപയെ ഇപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിനായിട്ട് 500ന്റെ കറൻസികൾ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നു. അപ്പൊ കറൻസി വെക്കുമ്പോൾ ഇതുപോലെ ചെരിച്ചാണ് വെക്കുക, കുത്തനെയൊന്നും വെച്ചേക്കരുത്. അങ്ങനെ ക്യാഷ് വെച്ചതും ക്യാഷ് മൗത്ത് അടഞ്ഞു. ഒപ്പം ഞാൻ വെച്ച ക്യാഷിനെ മെഷീൻ കൗണ്ട് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിൽ ഞാൻ 5000 രൂപയാണ് മെഷീനിലേക്ക് വെച്ചിട്ടുള്ളതെന്ന് കാണിച്ചിരിക്കുന്നു. അപ്പൊ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ കൺഫേം, ആഡ് ക്യാഷ്, ക്യാൻസൽ തുടങ്ങിയ ഓപ്ഷനുകളുണ്ട്. അപ്പൊ ഞാൻ ഇനി ആ കൺഫേം എന്ന ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത്. അതിന്റെ താഴെയുള്ള ആഡ് ക്യാഷ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ക്യാഷ് ഇതിലേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ അതൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് 5000 രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി, അതുകൊണ്ട് ഞാൻ ആ കൺഫേമിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ആ ക്യാഷ് എന്റെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞു. ഒപ്പം ദാ ഇവിടെ റെസിപ്റ്റ് എന്നൊരു ഭാഗം കാണുന്നില്ലേ, അതിലൂടെ ഈ ട്രാൻസാക്ഷന്റെ റെസിപ്റ്റ് പുറത്തേക്ക് വന്നിരിക്കുന്നു, അത് ഞാൻ സ്വീകരിക്കുന്നു. അപ്പൊ ഈ രീതിയിലാണ് HDFCയുടെ അക്കൗണ്ടിലേക്ക് കാർഡ്ലെസ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. HDFCയുടെ ATMലും CDMലും മലയാളം ഓപ്ഷനുകളിലൂടെയും അതേപോലെ ഇംഗ്ലീഷ് ഓപ്ഷനുകളിലൂടെയും എങ്ങനെ നമുക്ക് ക്യാഷ് വിഡ്രോവൽ ചെയ്യാം, അതേപോലെ ATM കാർഡിൻ്റെ പിൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം പോലുള്ള വീഡിയോകളും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പ്ലേലിസ്റ്റിലുണ്ട്. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് വളരെ യൂസ്ഫുള്ളായ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു, വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.